നെവിൻ പോളി. സോ എനിക്ക് ഭയങ്കരമായിട്ട് ആളുടെ പടം ഇപ്പൊ മിസ്സാവുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ സർവമായ വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ആളുടെ ഒരു മെഡിക്കൽ ത്രില്ലർ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പൊ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒരു സീരീസ് ആണ് ഫാമ. 8 എപ്പിസോഡിന്റെ സീരീസാ. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ റിയൽ ഫേസ് നിങ്ങൾക്ക് കാണണോ? യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് എന്ന് ഞാൻ പറയുള്ളൂ. കിടു കാസ്റ്റുള്ള ഒരു സീരീസാ. യു ഹാവ് നിവിൻ പോളി, നരേന്റെ കാര്യമൊന്നും പിന്നെ എടുത്ത് പറയണ്ട. ആൾ എവിടെയുണ്ടോ ആൾ കിടു പെർഫോമൻസ് ആയിരിക്കും. അതിന്റെ റീസെന്റ് എക്സാമ്പിൾ ആണ് എക്കോ കണ്ടവർക്ക് അറിയാം. അങ്ങനെ കിടു ആയിരുന്നു. ശ്രുതി രാമചന്ദ്രൻ, വീണ നന്ദകുമാർ, ബിനു പപ്പു, സാഫ് ബോയ്, നമ്മുടെ സൈനാത്ത, അങ്ങനെ ഒരു കിടു കാസ്റ്റ് ഉള്ള ഒരു സീരീസാ. ഈ സീരീസിനെ പറ്റി പറയുന്നതിന് മുമ്പ് വി ഷുഡ് ഡെഫിനറ്റ്ലി ടോക്ക് അബൌട്ട് ശ്രുതി രാമചന്ദ്രൻ. ജാനകി ഡോക്ടർ, അതാണ് ഇതിലെ ആളുടെ ക്യാരക്ടറിന്റെ പേരും. ഈ സീരീസിന്റെ സോൾ അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കിടു പെർഫോമൻസ് ആയിരുന്നു. വാട്ട് എ പെർഫോമൻസ്, അടിപൊളിയായിരുന്നു. അത് പറയുമ്പോ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് കയറ്റി ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് അങ്ങനെയല്ല, സട്ടിലായിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഇന്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ആളെ അടിക്കുന്ന ഒരു സീൻ ഉണ്ട് മോനെ, ആ അടി നമ്മുടെ മുഖത്ത് കൊണ്ട പോലെ തോന്നും. അജാതി പെർഫോമൻസ് ആയിരുന്നു. സോ ആളുടെ സിനിമകൾ എടുത്ത് നോക്കിയാൽ മതി. മധുരം എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു പടം. അജാതി പെർഫോമൻസ്. ഇപ്പൊ ബിജു മേനോനും സുരാജ് ഏട്ടനും കൂടി നടന്ന സംഭവം പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു റോളായിരുന്നു, അതും കിടുവായിരുന്നു. ഈ ഇടയ്ക്ക് കളങ്കാവൽ, നമ്മുടെ മമ്മൂക്കിയും അതേപോലെ തന്നെ ശ്രുതി രാമചന്ദ്രൻ തമ്മിലൊരു കോംബോ ഉണ്ട് സിനിമ തുടങ്ങുന്ന സമയത്ത്. നല്ല രസമായിരുന്നു ആ ഒരു പോർഷൻ. അടിപൊളിയായിട്ടാണ് ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ നിവിൻ പോളി നന്നായി പെർഫോം ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇത് നിവിന്റെ ഒരു കംബാക്ക് തന്നെയായിരുന്നു. റീസെന്റ് ആയിട്ട് നിവിന്റെ കുറെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നിവിന്റെ 2 ഫേസ് നമുക്ക് ഇതിൽ കാണാം. ഒന്ന് യൂഷ്വൽ ഈ ചില്ല് ചെയ്ത് നിൽക്കുന്ന എന്റർടൈനർ നിവിൻ, പിന്നെ ഒരു സീരിയസ് ക്യാരക്ടർ. നന്നായിട്ട് തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ആൾ ഇതിലൊരു മെഡിക്കൽ റെപ്പാണ്. എനിക്കാണെന്ന് വെച്ചാൽ സത്യത്തിൽ ഈ മെഡിക്കൽ റെപ്പിനെ കണ്ടു കഴിഞ്ഞ കലിയായിരുന്നു. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോ ഇവരിടയിൽ കയറി പോകണോണ്ട് എനിക്ക് കലിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാവും. സെയിൽസ് ടാർഗറ്റ് വന്നിട്ട് ഉയരെടുക്കുന്നുണ്ട് അവരുടെ. മര്യാദയ്ക്കൊന്ന് പ്രോപ്പർ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് നേരം കിട്ടുന്നില്ല. സോ അവർക്ക് ഒരു ലൈഫ് മനസ്സിലാക്കണം വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് എന്ന് ഞാൻ പറയുള്ളൂ. നൈസ് ആണ്, നൈസ് സീരീസ് ആണ്. വൻ കിടു എന്നൊന്നും ഞാൻ പറയില്ല, നൈസ് സീരീസ് ആണ്. വീണ നന്ദകുമാർ ഉണ്ട്. സോ വീണ നന്ദകുമാറിന്റെ ഒരു പടം ഞാൻ കണ്ടത് കഴിഞ്ഞ ഡെക്കേഡിലാണ് തോന്നുന്നു. ബൊഗൈൻ വില്ലയിൽ ആളുണ്ടായിരുന്നു. ബൊഗൈൻ വില്ലയിൽ വയ്യാതായ തന്തപ്പിടിയെ കൊണ്ടുപോയിട്ട് ചട്നി അരപ്പിച്ചിട്ട് ചട്നിയിൽ കടുക് വറുത്തിട്ടില്ല എന്ന് കംപ്ലൈന്റ് പറയണ ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് ആയിട്ട് ആ കൊച്ചുണ്ടായിരുന്നു. എന്നാലും ഞാൻ അടുക്കളയിൽ കയറില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അതിൽ. ഇതിൽ വലുതായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. ബട്ട് ഷീ ലുക്സ് ഡാം ബ്യൂട്ടിഫുൾ. അത് എടുത്ത് പറഞ്ഞേ പറ്റൂ. ഈ ബിനു പപ്പു അതേപോലെ തന്നെ നമ്മുടെ സാഫ് ബോയ് സൈനാത്ത, അവരും നിവിൻ പോളിയും തമ്മിലുള്ള കോംബോ നല്ല രസമായിരുന്നു. ഈ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ഭയങ്കര ബോറടി ആയിരുന്നു എനിക്ക്. പക്ഷെ അതിലെ ബിനു പപ്പു നിവിൻ പോളി കോംബോ ആയിരുന്നു. മരുഭൂമിയിലെ മഴ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഇല്ലീഗൽ ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സാധനമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് മോനെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഒരു മരുന്ന് മേടിച്ച് കഴിക്കുക? അത് ഭയങ്കര ഒരു വാലിഡ് ക്വസ്റ്റ്യൻ മാർക്ക് ആക്കിയിട്ടാണ് അവർ നിർത്തിയിരിക്കുന്നത്. ഇതില് നിവിൻ പോളി ഹീറോയിസം കാണിക്കുന്നുണ്ട്. ഹീറോയിസം പറഞ്ഞാൽ നേരെ പോയിട്ട് മെഡിക്കൽ കമ്പനിത്തെ എല്ലാവരും തല്ലിക്കൊല്ല, അങ്ങനെയല്ല. കാണിക്കേണ്ട രീതിയിൽ സട്ടിലായിട്ട് ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. 8 എപ്പിസോഡ്, ഒരു എപ്പിസോഡ് ഏകദേശം അരമണിക്കൂറൊക്കെ ഉള്ളൂ. 4 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായി കണ്ടു തീർക്കാവുന്ന വളരെ നല്ലൊരു സീരീസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇതിൽ ടുവേർഡ്സ് എൻഡ് ഒക്കെ ആവുമ്പോൾ ഭയങ്കര സീരിയസ് ആവുന്നുണ്ട്. എനിക്ക് അതൊക്കെ ചിലതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് തോന്നി. ഇമോഷണൽ കണക്ഷൻ പേഴ്സണലി എനിക്ക് കിട്ടി. നമ്മുടെ നരൈൻ ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെയാണ് വരുന്നത്. ചെറിയ റോളേ ഉള്ളൂ. നമ്മുടെ ശ്രുതി രാമചന്ദ്രന്റെ ഹസ്ബൻഡ് ആണ്. പക്ഷെ ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നു. 1-2 ഇമോഷണൽ സീനൊക്കെ. ഇതിൽ അഭിനയിച്ച് ഈച്ച് ആൻഡ് എവറി വൺ കിടു ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആരെയും കുറ്റം പറയാനൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന ഒരു സീരീസാണ്. ഇടയ്ക്ക് നമുക്കൊരു അവാർഡ് പടം കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി കാണുന്ന പോലെയൊക്കെ തോന്നും. സ്റ്റിൽ ഇറ്റ്സ് എൻഗേജിങ്. ഒരു മെഡിക്കൽ ത്രില്ലർ പറയുമ്പോൾ സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ പ്രതീക്ഷിക്കരുത്. ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ അത്യാവശ്യമുണ്ട്. എന്നാൽ നല്ലൊരു സീരീസ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ.